പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് കേസെടുത്തു. 5 നേതാക്കൾ ഉൾപ്പെടെ 80 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. സിജോ വിജോൺ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സിജോ, പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്? ഗതാഗത തടസ്സമുണ്ടാക്കുക, പോലീസുകാരെ ആക്രമിക്കുക, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, പോലീസുകാരുടെ ഷീൽഡ് ഉൾപ്പെടെ പിടിച്ചു വാങ്ങുക തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് അതിനുള്ള കുറ്റങ്ങൾ ചുമത്തി വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സമരം, സെക്രട്ടേറിയറ്റിലേക്കുള്ള സമരം സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുജിത്തിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ ജനേഷ്, ഷാബിൻ, ജിതിൻ, അശ്വിൻ, നിതീഷ് എന്നിവരാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ. ഇവരുടെ പേരുകൾ മാത്രമാണ് നിലവിൽ എഫ്ഐആറിലുള്ളത്. ബാക്കി 75 പേരെ, കണ്ടാലറിയാവുന്ന 75 പ്രവർത്തകരെയും കൂടി പ്രതിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മാർച്ച് അക്രമാസക്തമായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കേസുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. ശരി, യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലാണ് 80 പേർക്കെതിരെ പോലീസ് കേസെടുത്തത്.